രാജ്യമുറ്റുനോക്കിയ രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അതിൽ ഹരിയാനയിൽ ബി.ജെ.പിയുടെ അപ്രതീക്ഷിത മുന്നേറ്റമാണ് കണ്ടത്. അധികാരത്തിലെത്താമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. ഭരണവിരുദ്ധ വികാരത്തെ മറികടന്ന ഹാട്രിക് ജയമാണ് ബി.ജെ.പി സ്വന്തമാക്കിയത്. പി.ആർ. സുനിൽ ഹരിയാനയിൽ നിന്ന് ചേരുന്നു. ഒപ്പം നോബിൾ മാരിക്കാരനുമുണ്ട് ദില്ലിയിൽ നിന്ന്. ആദ്യം പി.ആർ. സുനിലേക്ക്. സുനിൽ, ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു തരംഗമെന്നാണ് തോന്നിപ്പിച്ചത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ബി.ജെ.പി ഹാട്രിക് ജയത്തിലെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്? വിനീത, കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു. കോൺഗ്രസിന്റെ വിജയപ്രതീക്ഷ ആകാശത്തോളം ഉയർത്തുന്നതായിരുന്നു എക്സിറ്റ് പോൾ സർവേകളെല്ലാം. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പ്രവചിച്ചത് കോൺഗ്രസിന് വലിയ വിജയം തന്നെയായിരുന്നു. 60 സീറ്റ് വരെ ഹരിയാനയിൽ കോൺഗ്രസ് പിടിക്കും എന്നായിരുന്നു ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പ്രവചിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസ് ക്യാമ്പുകളിലൊക്കെ തന്നെ ആഘോഷമായിരുന്നു. ദില്ലിയിലെ AICC ആസ്ഥാനത്തൊക്കെ രാവിലെ പുലർച്ചെ മുതൽ തന്നെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു. പക്ഷേ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ വലിയ നിലയിൽ കോൺഗ്രസ് മുന്നോട്ട് പോയി. ഏതാണ്ട് 60-ലധികം സീറ്റിലേക്ക് വരെ കോൺഗ്രസ് ലീഡ് നില ഉയർത്തിയ ശേഷമാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി കോൺഗ്രസ് തകർന്ന് താഴെ പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. പിന്നീട് ബി.ജെ.പി വലിയ തോതിൽ ലീഡ് നില ഉയർത്തി. അതിനിടയിൽ കോൺഗ്രസ് വലിയ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഈ വോട്ടെണ്ണൽ ദിനത്തിൽ പ്രകടമായിരുന്നു. ഏതായാലും ഏറെ വൈകിയാണ് ഹരിയാനയിലെ ഫലപ്രഖ്യാപനം പലയിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന് അപ്രതീക്ഷിത തോൽവി എന്ന് വേണമെങ്കിൽ നമുക്ക് ഹരിയാനയിൽ വിലയിരുത്താം. കോൺഗ്രസ് കണക്കാക്കിയത് ജാട്ട് വോട്ടുകളും ഒപ്പം തന്നെ ദളിത് വോട്ടുകളും ഒക്കെ തന്നെ കോൺഗ്രസിന് അനുകൂലമായി ബി.ജെ.പിക്കെതിരെ തിരിയും എന്നതായിരുന്നു. ജാട്ട് വോട്ടുകളുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല. അതേസമയം ദളിത് വോട്ടുകൾ, അതുപോലെ പ്രതീക്ഷിച്ച OBC വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി എത്തിയില്ല. ദളിത് വോട്ടുകൾ പല മണ്ഡലങ്ങളിലും ചിന്നിച്ചിതറിപ്പോയി. BSPയും അതുപോലെ തന്നെ മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമൊക്കെ തന്നെ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ തല്ലിയുടച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഏതാണ്ട് 6-ലധികം മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ വോട്ട് പിടിച്ചത് കോൺഗ്രസിന് വിനയായിട്ടുണ്ട്. ഇതുകൂടാതെ ചില മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിയും BSPയും INLDയും കോൺഗ്രസ് പ്രതീക്ഷകൾ തകർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും ഇത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയായിരുന്നു. ഏതാണ്ട് ഒരു 3-2 ഭൂരിപക്ഷത്തിൽ വിജയിക്കാം എന്നൊക്കെ. പക്ഷേ അപ്രതീക്ഷിതമായി വലിയ അടിയൊഴുക്ക് തന്നെ ഹരിയാനയിൽ കോൺഗ്രസിനെതിരെ ഉണ്ടായി. കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ തകർക്കുന്നതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ടായി. INLD, BSP, AAP പോലുള്ള പാർട്ടികളുടെ മത്സരവും കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഏതായാലും ജാട്ട് വോട്ടുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കോൺഗ്രസിന് ജാട്ട് ഇതര പാർട്ടികളുടെ കൺസോളിഡേഷൻ വലിയ തിരിച്ചടിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ബി.ജെ.പി ക്യാമ്പുകൾ വലിയ ആഹ്ലാദത്തിലേക്ക് മാറിക്കഴിഞ്ഞു. സർക്കാർ രൂപീകരിക്കാൻ ബി.ജെ.പി 3-ാം തവണയും ഹാട്രിക് വിജയം ആഘോഷിച്ച് 3-ാം തവണയും സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ബി.ജെ.പി ക്യാമ്പുകൾ ശക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് തർക്കങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ടാകുമല്ലേ? ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ കോൺഗ്രസിന്റെ ജയം പ്രവചിക്കുമ്പോൾ അവർ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. തുടക്കം മുതലേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഫലിക്കില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു. എന്തൊക്കെ ഘടകങ്ങളാണ് ബി.ജെ.പിക്ക് അനുകൂലമായത് എന്നാണ് വിലയിരുത്തൽ. ഒപ്പം കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം സുനിൽ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഞെട്ടൽ തന്നെയുണ്ട്. തിരിച്ച് വീണ്ടും അധികാരത്തിലെത്തും എന്ന തോന്നൽ ഉണ്ടായി. ഹൂഢസ്മിതം എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതുമാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഹരിയാനയിൽ ഒരു വലിയ വിജയം നേടുകയാണെങ്കിൽ അത് മറ്റൊരു ദിശയിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയൊക്കെ സ്വാധീനിക്കാൻ തക്ക വിധമാണെന്ന തോന്നലും ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ തകിടം മറിച്ചിരിക്കുകയാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ഈ വലിയ വിജയം, അല്ലേ? തീർച്ചയായും ജാട്ട് ഇതര വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ ഇത്തവണ ബി.ജെ.പിക്ക് അനുകൂലമായി ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. OBC വോട്ടുകൾ ബി.ജെ.പിക്ക് അനുകൂലമായി വലിയ തോതിൽ ഒഴുകി. ഒപ്പം തന്നെ അപ്പർ കാസ്റ്റ് വോട്ടുകൾ വലിയ തോതിൽ ബി.ജെ.പിക്ക് നേടാനായിട്ടുണ്ട്. ഒപ്പം ദളിത് വോട്ടുകളിൽ നല്ലൊരു ശതമാനം ബി.ജെ.പി സ്വന്തമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ജാട്ട് ഇതര പാർട്ടികളുടെ ഒരു കൺസോളിഡേഷൻ ബി.ജെ.പിക്ക് അനുകൂലമായി വന്നു. ഒപ്പം തന്നെ BSP അതുപോലുള്ള പാർട്ടികൾ വലിയ തോതിൽ ഈ വോട്ടുകൾ പിളർത്തിയതും ബി.ജെ.പിക്ക് അനുകൂല സാഹചര്യമായി പല മണ്ഡലങ്ങളിലും വിജയിച്ചു കയറാനുള്ള സാഹചര്യം ഒരുക്കി. ഏതായാലും കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴും എക്സിറ്റ് പോളുകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോഴും ബി.ജെ.പി ക്യാമ്പുകൾ 3-ാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. രാവിലെ കണ്ട കാഴ്ച മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി തന്നെ സർക്കാർ രൂപീകരിക്കും, കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ നേട്ടത്തിനുള്ള
ജനങ്ങളുടെ ഒരു അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും, മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്നൊക്കെയാണ് സൈനി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം പൂജകളിൽ പങ്കെടുക്കുന്നതൊക്കെ തന്നെ രാവിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ വലിയ ആത്മവിശ്വാസം BJP ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. അതിനനുകൂലമായ വലിയ അടിയൊഴുക്ക് BJPക്ക് അനുകൂലമായി ഏതായാലും ഉണ്ടായി. ഏതായാലും ജാട്ട് ഇതര പാർട്ടികളുടെ കൺസോൾട്ടേഷൻ തന്നെയാണ് BJPയെ ഇത്തവണയും തുണച്ചത്. നമുക്കറിയാം, മനോഹർ ലാൽ ഖട്ടാറിനെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നതിൽ വലിയ പ്രതിഷേധം ജാട്ടി വിഭാഗങ്ങൾക്കുണ്ടായിരുന്നു. അത് കർഷക സമരത്തിലൂടെ കൂടുതൽ ശക്തമായി വരികയും പിന്നീട് മനോഹർ ലാൽ ഖട്ടാറിനെ മാറ്റി OBC-കാരനായ സൈനിയെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നു. ഏതായാലും ആ ഒരു നീക്കത്തിലൂടെ OBC വോട്ടുകളിൽ വലിയൊരു വിഭാഗം സ്വന്തമാക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം മറ്റ് അപ്പർ കാസ്റ്റ് വോട്ടുകളും ഒപ്പം ഒരു വിഭാഗം ദളിത് വോട്ടുകളും BJPക്ക് അനുകൂലമായി എത്തിക്കാൻ സാധിച്ചു. ശരി, വ്യക്തമാണ് വിലയിരുത്തൽ. PR സുനിൽ ഹരിയാനയിൽ നിന്ന് വിവരങ്ങൾ നൽകിയായിരുന്നു.